ഐഡിയൽ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് സോഷ്യൽ വർക്കിൻ്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, നേച്ചർ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആക്ച്വലി ഞാൻ പോയിന്റ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അത് പോയിന്റ് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് ഇലാബറേറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. സോഷ്യൽ വർക്ക് ഈസ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ. ദാറ്റ് ഈസ് ഗിവിംഗ് ഹെൽപ്പ് ആൻഡ് അഡ്വൈസസ് ടു ദ പീപ്പിൾ വിത്ത് വേരിയസ് പ്രോബ്ലം. ഏതൊക്കെ ലെവലിലാണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, ഫാമിലി ആൻഡ് സൊസൈറ്റിയൽ ലെവലിലാണ്. ആൻഡ് ഓൾസോ പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ഇൻഡിവിജ്വൽ ത്രൂ കൗൺസിലിംഗ്, ഹെൽത്ത് സർവീസ്, റിക്രിയേഷണൽ ആൻഡ് എയ്ഡ് ഫോർ ദ നീഡി. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സോഷ്യൽ വർക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ലൈക്ക് ഒരു ഷോർട്ട് നോട്ട് വന്നു കഴിഞ്ഞാലും എസ്സേ വന്നു കഴിഞ്ഞാലും പാരഗ്രാഫ് വന്നാലും നമുക്ക് ആ ഡെഫിനേഷൻ അപ്പോൾ തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ഒരു നല്ലൊരു കാര്യമാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. സോഷ്യൽ വർക്ക് ഈസ് എനി പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് മെത്തേഡ് കോൺക്രീറ്റ്ലി കൺസേൺ വിത്ത് പ്രൊവൈഡിംഗ് സോഷ്യൽ സർവീസ് ആൻഡ് എസ്പെഷ്യലി വിത്ത് ഇൻവെസ്റ്റിഗേഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽ എയ്ഡ് ഓഫ് എക്കണോമിക്കലി, ഫിസിക്കലി ആൻഡ് മെൻ്റലി ആൻഡ് സോഷ്യലി ഡിസഡ്വാൻറ്റേജ്. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ലൈക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ലൈക്ക് ദാറ്റ് ഈസ് ഗിവിംഗ് ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് ടു ദ പീപ്പിൾ വിത്ത് വേരിയസ് പ്രോബ്ലം ആണ് ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് സ്കോപ്പിലേക്ക് പോവാം. സ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ആസ് ഇറ്റ് ഡീൽ വിത്ത് ഓൾ സർവീസസ് റിലേറ്റഡ് ടു ദ ഹ്യൂമൻ ആൻഡ് വെൽഫെയർ ആയതുകൊണ്ട് തന്നെ ദ സ്കോപ്പ് ഓഫ് ദ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര വൈഡായിട്ട് കിടക്കുന്ന സംഭവമാണ്. അപ്പോൾ ആൻഡ് ഈസ് ഓൾസോ കൺസേൺ ഈസ് ടു ഹെൽപ്പ് ദ പീപ്പിൾ ആണ്. പിന്നെ ഓൾസോ ഡീൽ വിത്ത് ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി, പബ്ലിക് അസിസ്റ്റൻസ് കൊടുക്കാനും സോഷ്യൽ ഇൻഷുറൻസ് കൊടുക്കാൻ, വെൽഫെയർ സർവീസസ്, അതായത് വുമൻസിനായാലും ചിൽഡ്രൻസിനാണെങ്കിലും ഇൻഡിവിജ്വൽസിനാണെന്നുണ്ടെങ്കിലും പിന്നെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കറക്ഷണൽ സർവീസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാനൊരു 4 പോയിൻ്റായിട്ട് എഴുതിയിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം അതൊരു ചാപ്റ്റർ തന്നെയാണ്, ഒരു യൂണിറ്റ് തന്നെയാണ്. പിന്നെ ആസ് ദ സ്കോപ്പ് ഓഫ് ദ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര വൈഡായി കിടക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ വർക്കറിന് കുറച്ച് സ്കിൽസൊക്കെ ആവശ്യമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ലൈക്ക് ഹി നീഡ് ദ സ്കിൽ ദാറ്റ് ഈസ് പുട്ട് ദ തിയറി ഇൻ ടു പ്രാക്ടീസ് ആക്കാനും, പിന്നെ അതുപോലെ തന്നെ നീഡ് ടു എസ്റ്റാബ്ലിഷ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ദ ക്ലയൻറ്റ് ആൻഡ് ഹൗ ടു ഇൻ്റർവ്യൂ ദ ക്ലയൻറ്റ് ആൻഡ് റൈറ്റ് റിപ്പോർട്ട് ആൻഡ് ഏബിൾ ടു ഡയഗ്നോസ് ദ പ്രോബ്ലം ആൻഡ് വർക്ക് ഔട്ട് ദ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഇത്രയും കാര്യങ്ങൾ ഒരു സോഷ്യൽ വർക്കറിന്, ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറിന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൻ്റെ ഈ അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റിങ്, അതുപോലെ തന്നെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി 4 സ്റ്റെപ്പ് ഓഫ് സോഷ്യൽ വർക്കാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ടും ഇതിനൊക്കെ ഓരോ യൂണിറ്റാണ് കേട്ടോ. ഇതൊക്കെ അസസ്മെൻറ്റ്, പ്ലാനിങ് ഒക്കെ സ്റ്റെപ്സൊക്കെ വരുന്നത്. അതൊക്കെ ഓരോ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊരു ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേച്ചർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽപ്പ് ദ പീപ്പിൾ ആണെന്നുള്ളത്. ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ അവരെ ഇമ്പ്രൂവ് ചെയ്യുക, അവരുടെ സിറ്റുവേഷൻസ് എങ്ങനെ മോട്ടിവേഷൻ കൊടുത്തത് കൊണ്ട് മോട്ടിവേഷനിലൂടെ അവരെ ഇമ്പ്രൂവൈസ് ചെയ്യുക. പക്ഷേ ഒരിക്കലും ഒരു സോഷ്യൽ വർക്കർ ഡസ് നോട്ട് ഇമ്പോസ് ഹിസ് അഡ്വൈസസ് ടു ദ ക്ലയൻറ്റ്. ഒരിക്കലും ക്ലയൻറ്റിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എംപതൈസ് ചെയ്യണം. അത് എന്നാൽ മാത്രമേ അവരുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഷുഡ് നോട്ട് ഫീൽ സുപ്പീരിയർ. നമ്മളെ അടുത്തേക്ക് ഹെൽപ്പിന് വന്നു എന്ന് കരുതിയിട്ട് ഒരു സുപ്പീരിയോറിറ്റി ഒന്നും നമ്മൾ അതായത് സോഷ്യൽ വർക്കർ കാണിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ വർക്കറെയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് തുടക്കത്തിൽ കുറച്ച് പോയിന്റ്സ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഡിവിജ്വലിന് സാധാരണ നിലയിൽ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ലൈക്ക് ഫാമിലിയൽ ലെവലിലായാലും പേഴ്സണൽ ലെവലിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഒബ്വിയസ്ലി വേറൊരാളുടെ ഹെൽപ്പ്, ഒരു ട്രെയിൻഡ് ആളുടെ ഹെൽപ്പ് ചോദിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് സോഷ്യൽ വർക്കർ എന്നുള്ളതും. ആൻഡ് ദ വൺ ഹൂ സീക്ക് ഹെൽപ്പ് ഈസ് നോൺ ആസ് ക്ലയൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നേച്ചർ ഓഫ് ദ സോഷ്യൽ വർക്കിൻ്റെ അതാണ് ഡിഫറൻസ് പറയേണ്ടത്. അതായത് സോഷ്യൽ വർക്കും സോഷ്യൽ സർവീസും തമ്മിലുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് നേച്ചറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദ കലാമിറ്റി എന്ന് പറഞ്ഞ സമയത്ത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലൈക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഡൊണേറ്റ് ചെയ്യും ആൾക്കാർക്ക്. അതായത് പൈസയായിട്ടും അതുപോലെ തന്നെ തിങ്സ് എന്ന രൂപത്തിലും അവർക്ക് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സർവീസസ് ആണ് സോഷ്യൽ സർവീസസ്. അപ്പോൾ ഈ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് വിത്ത് ദ പീപ്പിൾ ഉണ്ടാവും. ദാറ്റ് ഈസ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ആൻഡ് ഇംപ്രൂവ് ദ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാനും, പിന്നെ അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അങ്ങനെ ഒരു കലാമിറ്റീസ് വരുന്ന സമയത്ത് അവരെ അഡ്ജസ്റ്റ് ചെയ്യാനും സോഷ്യൽ വർക്കർ സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഞാൻ അവിടെ എക്സാമ്പിൾ എന്നുള്ള സ്ഥലത്ത് എഴുതാൻ മറന്നുപോയി, നിങ്ങളത് ഓർമ്മിച്ച് വയ്ക്കുക.
പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് 7 പ്രിൻസിപ്പിൾസ് ആണ്. ഇതിൻ്റെ ആ ഹെഡിങ്സ് തന്നെ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻസ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ ഇൻഡിവിജ്വൽസും യൂണീക്കാണ്, അതുകൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലംസും സ്പെസിഫിക് ആയിരിക്കണം. കാണേണ്ടത് പ്രോബ്ലത്തിനെയും ഒരു സ്പെസിഫിക് ആയിട്ടാണ് കാണേണ്ടത്, അതുകൊണ്ട് തന്നെ ഒരു മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മീൻസിലൂടെ ആയിരിക്കണം ക്ലയൻറ്റിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലയൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എല്ലാതരം ലിമിറ്റേഷൻസിനോട് കൂടിയിട്ടാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ വർക്കർ മസ്റ്റ് പെർസീവ്, acknowledge, receive and establish relationship with the client as he actually is, not as social worker wishes him to be or think he should be. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഡിസിഷൻസ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ല. ക്ലയൻറ്റ് നമ്മളെ കാണാൻ വന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹെൽപ്പിന് സോർട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മുടെ ഡിസിഷൻസ് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ല. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സപ്പോർട്ട് ആൻഡ് ഗൈഡ് ദ ക്ലയൻറ്റ് ടു ഡെവലപ്പ് ദ ഇൻസൈറ്റ് ഇൻ ടു ഹിസ് സോഷ്യൽ പ്രോബ്ലം ഇൻ എ കറക്റ്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് എൻകറേജ് ആൻഡ് ഇൻവോൾവ് ഹിം to like decisions that are good and acceptable. നല്ല രീതിയിലുള്ള വഴി കാണിച്ചു കൊടുക്കുക, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സോഷ്യൽ വർക്കർ ഒരിക്കലും ടൂ മച്ച് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി, ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ക്ലയൻറ്റിന് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സംഭവം പറഞ്ഞു, ക്ലയൻറ്റിൻ്റെ കൂടെ തന്നെ ഇരുന്ന് കരയുക, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ എന്ന് കരുതിയിട്ട് തിയറിയിൽ പറഞ്ഞു കൺട്രോൾ ചെയ്യണമെന്ന് കരുതിയിട്ട് ടൂ മച്ച് ഒബ്ജക്റ്റീവായിട്ട് നിൽക്കാനും വേണ്ടി പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അറിയാം, പറയുന്ന സംഭവങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കോൺഫിഡൻഷ്യലായിട്ട് വെക്കുക. പിന്നെ നോൺ ജഡ്ജിമെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ക്ലയൻറ്റിനെ നോൺ ജഡ്ജിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല, അതായത് നമുക്കൊരു പ്രീ അസംപ്ഷൻസ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല മറ്റുള്ളവരെന്തെങ്കിലും കാര്യം പറഞ്ഞു എന്ന് കരുതിയിട്ട്. പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സ്കില്ലാണ്, ഒരു സോഷ്യൽ വർക്കറിന് വേണ്ടുന്ന ഒരു സ്കില്ലാണ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലയൻറ്റിനെ ഒരു കംഫർട്ട് ലെവലിൽ ഇരുത്താനും വേണ്ടി പറ്റും, നല്ലൊരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യാനും വേണ്ടി പറ്റും, ഈസി ആയിട്ട് പ്രോബ്ലംസ് നമുക്ക് അസസ് ചെയ്യാനും വേണ്ടി പറ്റും, നല്ലൊരു രീതിയിലുള്ള പ്ലാൻ വർക്കൗട്ട് ചെയ്ത് കൊടുക്കാനും വേണ്ടി പറ്റും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഡെഫിനിഷൻ, മീനിങ്സ്, സ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മിച്ചാൽ മതി, വൈഡാണ്, അതുകൊണ്ട് കുറച്ച് സ്കിൽസ് വേണം എന്നുള്ളത്. നേച്ചർ എന്ന് പറയുന്ന സമയത്ത് ഓർമ്മിക്കേണ്ടത് ബെറ്റർമെൻറ്റ് ഓഫ് ദ പീപ്പിളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ എന്താണ് കുറച്ച് സോഷ്യൽ സർവീസും സോഷ്യൽ വർക്കറുമായിട്ടുള്ള ഡിഫറൻസസ് എന്താണെന്ന് ഓർമ്മിക്കുക. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ 7 പ്രിൻസിപ്പിൾസസ് ഉണ്ട്, ഇതൊക്കെയൊന്ന് ഓർമ്മിക്കുക. സോ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഫിനിഷ് ആവുകയാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം. സോ ഞാൻ ഈ സോഷ്യൽ വർക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഓരോ യൂണിറ്റ് വൈസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് ലഭിക്കുന്നതാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കമൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസിസം ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും ബൈ.